I
നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും.
കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെ നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുകയും ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിഹരിക്കുകയില്ല. അനന്തരം മോശ യോശുവയെ വിളിച്ച് എല്ലാവരെയും മുന്നിൽ വെച്ച് അവരോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുന്നത് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുന്നിൽ പോകുന്നത്. അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ മരണാശനാക്കുകയോ പരിഹരിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സമ്മതിക്കുകയോ വേണ്ട. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായ നീയും അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹായത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെട്ടതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതിയിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനാൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്കത് വ്യക്തമാക്കി തരും. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. നമ്മുടെ കർത്താവായ രക്ഷകനായ സ്തുതി. Hallelujah.
വായിച്ച നമ്മുടെ കർത്താവ് വിശ്വസിക്കാനുള്ള പരിശുദ്ധ സുവിശേഷം. അധ്യായം 3 വാക്യങ്ങൾ 7 മുതൽ. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും യോർദാന്റെ മറുകരയിൽ നിന്നും സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വെള്ളം കുടിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവർക്ക് കർശനമായ താക്കീത് നൽകി. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിലും പ്രസംഗിക്കാൻ അയക്കുന്നതിലും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനാർദസ് എന്ന് പേര് നൽകിയ സെബെദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമ്യ, മത്തായി, തോമസ്, അൽഫയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരനായ ശിമയോൻ, യേശുവിനെ വെട്ടിക്കൊടുത്ത യൂദാസ് അറിയാത്ത എന്നിവരായിരുന്നു. നമ്മുടെ കർത്താവ് ഈശോയ്ക്ക് സ്തുതി. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ കണ്ടെത്തുന്ന രംഗമാണ്. സുവിശേഷത്തിൽ തന്നെ പറയണം, ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ അവന്റെ അടുത്തേക്ക് വിളിച്ചു എന്നാണ്. ഒരു തെരഞ്ഞെടുപ്പാണ്. യേശു ചിലരെ തെരഞ്ഞെടുക്കുന്നു. നമ്മൾ ഇഷ്ടമുള്ളവരെ ചേർത്ത് നിർത്തുന്നവരാണ്, തർക്കമില്ല. ഇഷ്ടമുള്ളവരെ അടുപ്പിച്ചു നിർത്തുന്നവരും ഇഷ്ടമില്ലാത്തവരെ അകറ്റി നിർത്തുന്നവരുമാണ് നമ്മൾ. സ്വാഭാവികമാണ്. നമ്മൾ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവലംബിക്കുന്ന മാനദണ്ഡം എന്താണ്? നമ്മോട് പൊരുത്തപ്പെട്ടു പോകുന്നവർ, തർക്കവിതർക്കങ്ങൾക്ക് ഇടതരാത്തവർ, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ അഭിരുചികളുമായി നമ്മുടെ രീതികളുമായി ചേർന്ന് പോകുന്നു. അതാണ് ഇഷ്ടമുള്ളത്. നമ്മൾ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സമാന ഹൃദയരെയാണ് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിനാണ്, ഒരു കള്ളുമുടിയാണ്. ഒരു കള്ളുമുടിയൻ തൻ്റെ കൂടെ അവർക്ക് ഇഷ്ടമുള്ളവരെ കൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾ കള്ളുമുടിയന്മാരായ 4 പേരെയാണ് കൂടെ നിർത്തുന്നു. അല്ലേ? കുളിക്കുമ്പോഴെല്ലാം കൂടാനും മുമ്പോട്ട് കൊണ്ടുവരാനും എല്ലാം പറ്റിയ സമാന ഹൃദയം. ഒരു കള്ളുമുടിയൻ തനിക്ക് ഇഷ്ടമുള്ളവരെ കൂടെ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ കള്ളുമുടിക്കലും 5 പേരെ കൂടെ കൊണ്ടുവരാൻ കൂട്ടുകെട്ട് അങ്ങനെയാണ്. ഈ നമ്മുടെ ഗ്രൂപ്പുകളില്ലേ, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാമോ എന്തുമാവട്ടെ, നമ്മൾ ഈ ഫോളോ ചെയ്യുന്നത് ആരെയാണ്? സമാന ഹൃദയരെയാണ്. ഇപ്പോൾ സംഗീതം ഇഷ്ടമുള്ളവരാണ്. സംഗീതം ഇഷ്ടമുള്ളവർ ഈ സംഗീത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഫോളോ ചെയ്യുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ താല്പര്യമാണ്. നമുക്ക് താല്പര്യമുള്ളതിൻ്റെ കൂടെയാണ് നമുക്ക് താല്പര്യമുള്ളത് തന്നെ താല്പര്യമായിട്ടുള്ളവരെയാണ് നമുക്ക് കൂട്ടുകാരാക്കുന്നത്. അപ്പോൾ മാനുഷികമായ ഒരു രീതി, നമ്മൾ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്താൽ നമ്മുടെ സ്വഭാവ രീതികൾ തന്നെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഈ മാനദണ്ഡമല്ല അവലംബിക്കുന്നത്. അതാണ് വിചിത്രമായോ നമ്മൾ മനന വിഷയമാക്കുന്നതുമായ കാര്യം. യേശു ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ രീതികൾ
ശിഷ്യഗണങ്ങളോട് ചേരുന്നവരെ മാത്രമല്ല യേശു കൂടെ കൂട്ടിയത്. 12 പേരെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ 12 തരക്കാരാണ്. 12 തരക്കാർ. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രയോജനം ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരും അറിയപ്പെടുന്ന എന്നൊക്കെ പറയാം. കോപിഷ്ഠരാണ്. അവരാണ് സ്വന്തത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കട്ടെ എന്നൊക്കെ ശബ്ദങ്ങളെ കുറിച്ച് പറയാം. തീവ്രവാദികളാണ്. തീവ്രവാദികൾ പോലും യേശുവിന്റെ ഇഷ്ടപട്ടികയിലുള്ളത്. തീവ്രവാദികൾ പോലും കാനാൻകാരനായ ശിഷ്യനാണ്. കാനാൻകാരി സ്ത്രീയെ ഓർമ്മ. കാനാൻകാരി സ്ത്രീയോട് ഈശോ പുലർത്തിയ സംരംഭമാണ് കാനാൻകാരനായ ശിഷ്യൻ. അപ്പോൾ എന്ത് ഒറ്റിക്കൊടുത്ത സ്ഥലമാണ് യൂദ. എതിരെ ഇരിക്കുന്നവരെ കൂടെ കുട്ടിപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറയാറുണ്ട്. ജനഹാകാലത്താണ് നമ്മൾ. ജനഹാകാലത്ത് തിരുസഭ യേശു ആരാണ്? ഈ പുൽത്തൊഴുത്തിൽ പിറന്നു വീണ യേശു വളർന്നു പ്രായമായി 30 വയസ്സിൽ നിൽക്കുമ്പോൾ അയാളെ നമ്മൾ വെളിപ്പെടുകയാണ്. ഈ ആഴ്ച തിരുസഭ യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു വൈവിധ്യത്തെ അംഗീകരിക്കുന്ന, വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന ദൈവം. യേശു ആരാണ്? വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന, തനിക്കിഷ്ടമുള്ളവരെ, വൈവിധ്യമാർന്ന സ്വഭാവമുള്ളവരെ ചേർത്ത് നിർത്തുന്ന ദൈവം. വൈവിധ്യം, ദൈവ സ്വഭാവം വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്നതാണ്. മനസ്സിൽ കുറിച്ചിടണം. നമ്മുടെ സ്വഭാവമായി മാറും. അതിനാണല്ലോ ഈ ധ്യാനം. ഈ ഞായറാഴ്ചകളിൽ നമ്മൾ സുവിശേഷത്തെ ധ്യാനിക്ക് സമീപമാണ്. അതായത് വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് എന്റെ ദൈവമെങ്കിൽ ഞാനും വൈവിധ്യത്തെ ഇഷ്ടപ്പെടട്ടെ, വൈവിധ്യത്തെ അംഗീകരിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, മനനം ചെയ്യേണ്ടത് ഈ സുവിശേഷ ഭാഗത്ത്. ദൈവത്തിന്റെ സ്വഭാവം വൈവിധ്യമാണെന്നത് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി, നമ്മിലേക്ക് നോക്കിയാൽ. ഒരാളെപ്പോലെ രണ്ടാമതൊരാളെ ദൈവം സൃഷ്ടിക്കുന്നേയില്ല. ഒരുപോലെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും. ദൈവത്തിന്റെ സഹിതത്തില്ല. എന്താണ് നമ്മൾ പറയുന്നത്? കൈകടയാണ്, വിരലടയാണ്. ഏകദേശ സാമ്യമുള്ള പലരും 7 പേരെന്നൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷേ ഒരാളെ പോലെ മറ്റൊരാളും ഈ ഭൂമിയിൽ ഉണ്ടാകരുതെന്ന് വളരെ ശക്തിയുള്ളവരാണ് ദൈവം. ഒരാളെ പോലെ മറ്റൊരാൾ പോലും ഉണ്ടാകാൻ പാടില്ല. വൈവിധ്യം. ഈ വിരലടയാണ് ഈ ലോകത്ത് മറ്റാർക്കുമില്ല. നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ ദൈവത്തിന് വ്യക്തിപരമായി നമ്മൾ സ്നേഹിക്കാനാവില്ല. വ്യക്തിപരമായി സ്നേഹിക്കാൻ ഒരു ഗുണത്തെ ഒന്ന് ആകാനാണ് ദൈവം സ്നേഹിക്കുന്നത്. ദൈവം വ്യക്തിപരമായി പേരിൽ ഒരു കൂട്ടം ആളുകളല്ല. അതുകൊണ്ട് നമ്മുടെയും നിത്യതയെല്ലാം യേശുവുമായി വ്യക്തിപരമായ ബന്ധത്തെ ആശ്രയിക്കാണ് കേട്ടോ. മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ആളുകളാണോ നമ്മൾ? ഈ കാലഘട്ടം ഒന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ദൈവത്തിന്റെ സ്വഭാവം വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് പല മനുഷ്യരുടെയും സ്വഭാവം വൈവിധ്യത്തെ നമസ്കരിക്കുന്നതാണ്. ഇപ്പൊ നാളെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അയോധ്യ. ഇന്നത്തെ പത്രത്തിലെല്ലാം പ്രധാന പരസ്യം ഭാരതത്തെ രാമമയമാക്കുക എന്നാണ്. രാമമയമാക്കുക ആ പ്രയോഗം തന്നെയാണ്. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ നാടിനെ, ഗ്രാമത്തെ, പട്ടണത്തെ രാമമയമാക്കുക, എല്ലാം ഒരുപോലെ ആ വിധിക്കുക എന്ന സ്വഭാവം ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്നുള്ള സ്വഭാവം വൈവിധ്യമാണ്. ഓരോരുത്തർ, ഒരു സമൂഹം, ഒരു ഗണം, ഒരു ഗ്രാമം, ഒരു ദേശം, ഒരു നാട് എങ്ങനെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് അതുപോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരു ദേശക്കാർ ദൈവത്തെ ആരാധിക്കുന്നു. ഇത് രണ്ടും ദൈവത്തിന്റെ സൃഷ്ടി തന്നെ നോക്കൂ. എല്ലാം വൈവിധ്യമാണ്. ആഫ്രിക്കയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പോലെയാണോ അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ? അല്ല. അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പോലെയാണോ ചൈനയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ? അല്ല. സംസാരം ചെയ്ത് നോക്കൂ. കാസർഗോഡുകാരൻ സംസാരിക്കുന്ന പോലെയാണോ തൃശ്ശൂർക്കാരൻ സംസാരിക്കുന്നത്? എല്ലാവരും തൃശ്ശൂർക്കാരെ പോലെ സംസാരിക്കുന്ന ആരെങ്കിലും പറയുമോ? അപ്പോൾ വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ സ്വഭാവമാണോ നമ്മുടേത്? എന്നെ പോലെ എല്ലാവരും ആകണം എന്ന സ്വഭാവമാണ്. അത് കേന്ദ്രീകൃതമായ ഒരു സംഭവമാണ്. പുരുഷ കഥാപാത്രത്തിന്റെ ആദ്യകാലം ഇന്നതാണ്.
എല്ലാം എന്നെപ്പോലെ ഒരു വീട്ടിൽ പ്രധാന പ്രശ്നം പുട്ടും കടലയും പഴവും എല്ലാം മേശപ്പുറത്തുണ്ട്. ഒരാൾ പുട്ടും കടലയും കൂടി ആസ്വദിച്ച് കഴിക്കുന്നു, വേറൊരാൾ പുട്ടും പഴമിട്ട് കുഴച്ച് കഴിക്കുന്നു. രണ്ടുപേരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. ഒരാൾ പുട്ടും കടലയും ചേർത്ത് ആസ്വദിക്കും, ഒരാൾ പുട്ടും പഴവും ചേർത്ത് ആസ്വദിക്കും. അപ്പം പറയാ നാളെ മുതൽ പുട്ടും കടലയും പഴം കഴിക്കണ്ട. അപ്പോൾ ഒരാളെ പോലെ മറ്റുള്ളവരെല്ലാം ആകണമെന്ന് പറയുമ്പോൾ ആ പുട്ടും പഴവും കുഴച്ച് കഴിക്കുന്ന ആസ്വാദന നഷ്ടപ്പെടുകയാണ്. അപ്പൊ കുറെ പേര് അവരുടെ ആസ്വാദ്യതയും അവരുടെ അനുഭൂതിയും നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല ദൈവസഭ. ചെയ്യണമല്ലോ. ചോറുകൊണ്ടുമ്പോൾ ഒരാൾ സ്പൂൺ ഉപയോഗിച്ച് ചോറും മറ്റൊരാൾ കൈകൊണ്ട് കുറെ ചുരുട്ടിയിട്ട് വായിൽ കഴിയും. അപ്പൊ ഒരു ആളുകൾ സ്പൂൺ മതി, അതൊന്നും നിശ്ചയിക്കാറുള്ളൂ. ഈ ഉരുട്ടി കഴിക്കുന്നതിൽ ആസ്വദിക്കുകയും അത് നിഷേധിക്കുന്നു. ദൈവം മനുഷ്യന്റെ വൈവിധ്യ രീതികളെ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ ദൈവ സ്വഭാവമുള്ളവരാണോ എന്ന് പരിശോധിക്കുക. നമ്മുടെ കുടുംബത്തിലാവട്ടെ, തൊഴിലിടങ്ങളിലാവട്ടെ, ഇടവകയിലാവട്ടെ, സമൂഹത്തിൽ എവിടെയുമാവട്ടെ, നമ്മൾ വൈവിധ്യത്തെ സ്വീകരിക്കുന്നവരാണ്. നമ്മൾ ഒരേ കാര്യങ്ങളെ ആവർത്തിച്ച് കേട്ടും അടുത്തു പോകുന്നവരല്ലേ. അപ്പൊ ദൈവം ഇങ്ങനെ ഈ ലോകത്താകമാനം ദൈവത്തെ ആരാധിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നത് ജെറൂസലേം എന്ന ദേവാലയം. അവിടെ പഴയ നിയമം മുഴുവൻ പരിശോധിച്ചാൽ ഒരുപാട് പൂജാവിധികളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവയുടെ പുസ്തകത്തിലൊക്കെ മതിയും. അപ്പോൾ അറിയില്ല, അങ്ങനെ ഒരൊറ്റ രീതിയിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. അത് ഒരു സ്ഥലത്ത് മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെയാണ് യഹൂദരെല്ലാം രസകരമാണ്. ലോകം മുഴുവൻ ചേർക്കുന്ന യഹൂദരെല്ലാം ഒരുമിച്ച് കൂടുന്ന രസകരമാണ് ഈ യഹൂദരുടെ രസ. അത് എല്ലാവരും നമ്മളെ പങ്കുവച്ച് ഒരുപോലെയല്ല. അതിനെ പൊളിച്ചെടുക്കുകയാണ് ദൈവം. ഈ നഗരത്തിന് പുറത്ത്, ദേവാലയത്തിനൊക്കെ പുറത്ത് കാര്യം വ്യത്യസ്തമാണ്, വൈവിധ്യമാണ്. അപ്പൊ ഇത് ലോകത്ത് ഒരിടത്ത് മാത്രം ആരാധിക്കാമായിരുന്ന ദൈവം ഇന്ന് എവിടെയുമായി, അല്ലെ, ഏത് മുക്കിലും മൂലയിലും കോണിലും ഒക്കെയും ദൈവത്തെ ആരാധിക്കാം. നിരവധി ദേവാലയം ലോകം മുഴുവൻ. ഈ നമ്മുടെ അഭയാനേസി പ്രതി ആരോപിക്കപ്പെട്ട് ജയിലായ അവരുടെ ഒരു കുർബാന അനുഭവം വായിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്രിസ്മസ് ദിനം അവർക്ക് കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല. അവര് കിട്ടിയ സമയത്ത് ഒഴിച്ചു പാട്ട് ഞങ്ങളോട് ഓടയുടെ തീരത്തിരുന്ന് രണ്ട് ചാലിനടക്കിരുന്ന് സാങ്കല്പികമായി കുർബാന അർപ്പിക്കുക. സാങ്കല്പികമായി അത് നോക്കുകയുള്ളൂ. അറിയുക, അവിടെ ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതാപത്തോടെ അർപ്പിച്ച കുർബാനയേക്കാൾ അധികമായി ദൈവം പറഞ്ഞത്. ഇന്നിവിടെ ടീച്ചർ മനുഷ്യന്റെ പ്രാർത്ഥനയുടെയോ പ്രയത്നത്തിന്റെയോ അഭ്യാസത്തിന്റെയോ ഫലമായിട്ടല്ല ദൈവം വരുന്നത്. ദൈവം വരുന്നത് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ വരാമെന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ ശരീരമുട്ടിശാലയിലെ സംഭവം ഇതിന്റെ ശരീരത്തിന്റെ രക്തം ഈ കുർബാനയുടെ കാവലല്ല. ഈ കുർബാനയുടെ കാവൽ എന്നാൽ ആ ശരീരമുട്ടിശാലയിലെ യേശു ഉച്ചരിച്ച വാക്കുകൾ ഉച്ചരിക്കുകയാണ്. അതിനപ്പുറമല്ല അലങ്കാരമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഭംഗി വേണ്ട ഏത് കരുതിയാണ് അതാത്ത സ്ഥലം മുതൽ അങ്ങോട്ട് ഈ ഉദാശമനം ചെയ്യണം, അങ്ങോട്ട് ബാക്കിയുമില്ല. ഒരു അലങ്കാര പരിപാടിയാണ്. പള്ളിപ്പെരുന്നാൾ വെടിക്കെട്ടുകളൊന്നും ഇല്ല. വെടിക്കെട്ടില്ലെങ്കിലും പള്ളിപ്പെരുന്നാളോ വെടിക്കെട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പെരുന്നാളോ അല്ല. അപ്പോൾ ഈ ഭൂതാശാവചനമെന്നോ ഒന്നാം കുർബാന ഭംഗി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകും. അതാണ് ദൈവരീതി വൈവിധ്യത്തെ അംഗീകരിക്കുന്നതാണ്. മനുഷ്യരീതിയാണ് ഈ രാമമയം എന്ന് പറയുന്ന പോലെ. ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദി മാത്രം സംസാരിക്കണം, ദൈവശബ്ദമല്ലല്ലോ. അപ്പൊ തമിഴ്നാട്ടിൽ പെട്ടെന്ന് കൊടുക്കുന്നതുകൊണ്ടാണ്. തമിഴ്നാട്ടുകാർ സമ്മതിക്കില്ല. ഹിന്ദി സംസാരിച്ചാൽ ഇന്ത്യക്കാരാവൂ, ഹിന്ദി സംസാരിച്ചാലേ ഇന്ത്യക്കാരാവൂ എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്യാവൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവപ്രീതി കിട്ടൂ എന്ന് ആർക്കും പറയാനാവില്ല. വൈകിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ടാമത്തെ 3-ാം ഞായറാഴ്ച ദൈവം നമ്മൾ പറയുന്നു, ഈ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിനെയാണോ നീ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്? വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന ഈശോ, വൈവിധ്യത്തെ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ ഈ യേശുവിനെ സ്വീകരിച്ചയാളല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 3 സന്യാസികളെ ഒരു ബിഷപ്പ് സന്ദർശിക്കാൻ പോയി ഞാൻ കൃത്യം പെട്ടെന്ന് മനസ്സ് വന്നപ്പോൾ അവര് ഈ ബിഷപ്പ് സന്ദർശിച്ച് വാങ്ങി പോകുന്നത് തോണിയിൽ വഞ്ചിയിൽ പോകുന്നത്. അപ്പൊ ഈ പിതാവ് വന്ന് വരെ പഠിപ്പിച്ചു, ഇവർക്ക് ഇവിടെ പ്രാർത്ഥനാ രീതികൾ കുറച്ചുകൂടി നല്ലതാണ്. ഈ സന്യാസികൾ അവലംബിക്കുന്ന പ്രാർത്ഥനാ രീതികൾ അത്ര നല്ലതെന്ന് തോന്നിയിട്ട് പിതാവ്
എന്ത് ചെയ്തു, ഒരു പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ പറഞ്ഞു ഒരു പ്രാർത്ഥന ഭംഗിയായി ഇതിനെ പഠിപ്പിച്ചു. അവർ പ്രാർത്ഥിക്കാൻ പറ്റും. അതിനു മുമ്പ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളും പോകുന്നു നിങ്ങളും പോകുന്നു നമുക്ക് സപ്പോർട്ട് അങ്ങനെ ഒരു ചെറിയ കാര്യം അത്രയുള്ള പ്രാർത്ഥന. പിന്നീട് വഞ്ചി കടന്നു മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഇവര് ഈ സന്യാസികൾ മാത്രമേ പ്രാർത്ഥന ബിഷപ്പ് പോവാ, ബിഷപ്പ് പോവാ. അപ്പോൾ ഈ സന്യാസിമാർ ഓടി വരിക, ഈ പുഴയുടെ മുകളിലൂടെ ഓടി വരും. പ്രാർത്ഥനയില്ല മൂന്ന് സന്യാസി എന്ന് പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന മറന്നുപോയി. അതായത് പിതാവ് പറഞ്ഞു നിങ്ങളെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഇവരെ അവലംബിച്ചിരുന്ന ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവർക്ക് കടലിന്റെ മുകളിൽ പോലും നടക്കാൻ ശക്തിയുണ്ട്. അപ്പോ നമ്മൾ അവലംബിക്കുന്ന ചില പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിക്കുമെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വൈവിധ്യമില്ലാത്ത കാര്യങ്ങളുടെ നമുക്ക് അഭിനമിക്കേണ്ടതില്ല. അതായത് ചുരുക്കമില്ല, വൈവിധ്യത്തെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഏതോ അഭ്യാസങ്ങളുടെ ഫലമായിട്ടല്ല അവതരിക്കുന്നത്. ഏത് മനുഷ്യന്റെ പുൽത്തൊഴുത്തിൽ ഒരു ദേവാലയത്തിന്റെ എന്തെങ്കിലും അന്തരീക്ഷമുണ്ടോ കാലിത്തൊഴുത്തിൽ പിറന്നു വീഴാൻ തൽപരനാണ് നമ്മുടെ ദൈവം. പങ്കിലെ മനുഷ്യ ഹൃദയങ്ങളിൽ പോലും അവതരിക്കാനുള്ളത് തീരുമാനം. പാപികൾക്കിടയിലും ചുങ്കക്കാർക്കിടയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കിടയിലും അവൻ പിറന്നതും കറന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ദഹനകാലത്ത് യേശു മൂന്നാം വിധത്തിൽ ഏർപ്പെടുന്നു. വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന ഈശോ, വൈവിധ്യത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. മറ്റു മതസ്ഥരുടെ പോലും ആരാധനാ രീതികളെ നമ്മൾ അംഗീകരിക്കുക. മറ്റു മതസ്ഥരെ ഹിന്ദുക്കൾ ആരാധിക്കുന്നത് നമ്മളൊന്ന് വഴിയാക്കുന്നു. ആ കൃഷ്ണമായെന്ന് വിളിച്ച് അവർ നിർബന്ധിക്കും, അള്ളാഹെന്ന് വിളിച്ച് ഇസ്ലാം നിർബന്ധിക്കും, യോയെ എന്ന് വിളിക്കാൻ പല വഴികളെടുക്കും നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ആരുടെയും ആരാധനാ രീതികളെ എതിർക്കരുത്. ഹിന്ദുവിന്റെ ആരാധനാ രീതിയെ പ്രസാദിക്കുന്ന ദൈവം, ഇസ്ലാമിന്റെ ആരാധന രീതിയിൽ പ്രസാദിക്കാവോ? ഒരു വിധത്തിലെ ആരാധിക്കാവോ? മനുഷ്യസമൂഹം മുഴുവൻ എന്നത് വളരെ വലിയാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ മാത്രമല്ല, ലോകത്ത് ഏത് കോണിലും ഏത് മുക്കിലും മൂലയിലും കൂടുന്ന നമുക്ക് നിങ്ങൾ 2 3 പേർ എന്റെ നാമത്തിൽ സമ്മേളിക്കുന്നിടത്ത് ഞാനുണ്ട്. 2 3 പേരൊന്ന് സമ്മേളിച്ചാൽ മതി. ഒരു മനസ്സോടെ 2 3 പേർ സമ്മേളിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ദൈവമുണ്ട്. അവിടെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളല്ല ദൈവം അവതരിപ്പിക്കുന്നത്. വൈവിധ്യത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഭക്താക്കളാണെങ്കിൽ നമുക്കും വൈവിധ്യത്തെ അംഗീകരിക്കാൻ അതിനായി പ്രാർത്ഥിക്കണം. സമൂഹത്തെ സത്യപ്പെടുത്തിയാണ് ദൈവമായിട്ട് എന്നിവരുടെ സെന്റ് പള്ളിയിലെ ബഹുമാനപ്പെട്ട വില്ലേജ് 12/1/2024 സമർപ്പിച്ച് അപേക്ഷ പരിഗണിച്ച് അനുസരിച്ച് പ്രാമുഖ്യം ജോസ് ജേക്കബ് മണിയങ്കല്, ലൂക്ക ഭഗവതി പറമ്പിൽ, സാലി വിൻസെന്റ് കളത്തി പറമ്പിൽ, സിജി ജോർജ് വലിയ പറമ്പിൽ, വേസി ജോൺസൺ കൂടിക്കൽ, ഷീമ ബൈജു ചിന്തപ്പള്ളി, റവർ ഫാദർ ജേക്കബ് കാട്ടിപ്പറമ്പിൽ വിസി സന്യാസ സമൂഹം, വിൻസെന്റ് ജോസഫ് പടിഞ്ഞാറേക്കുള്ളിൽ ഫാമിലി യൂണിറ്റ്, ജെസിസ് ഫ്രാൻസിസ് കൊടിയ വിശ്വാസ പരിശീലനം, ബേബി ജോസ് കുരിശിക്കൽ വനിതാ സംഘടന, മിനി ഫ്രാൻസിസ് കൊടിയ SC പയ്യൻ, ഡേവിസ് പത്രോസ് പ്ലാക്കൽ നോമിനി, അബ്രഹാം ആന്റണി കടപ്പുഴവെട്ടിൽ നോമിനി, ജെയിംസ് ഡേവിസി ഞാണിക്കൽ നോമിനി എന്നിവരിൽ ആ പള്ളിയുടെ 2024-2026 കാലയളവിൽ പ്രതിനിധി യോഗാംഗങ്ങളായി അതിരൂപത നിയമസംഹിത 2009 നമ്പർ 25 പ്രകാരം നിയമിച്ചിരിക്കുന്നു. ഇവരുടെ കാലാവധി 2 വർഷമായിരിക്കും. ലോകത്തിന് പ്രകാശമായി വീശുക, നിങ്ങളുടെ ജീവിതത്തിന് പ്രകാശവും ജീവനുമായിരിക്കും.
സർവ്വശക്തനും പിതാവുമാരെയും അങ്ങനെ പ്രിയമുള്ള ഞങ്ങളുടെ ഭാവമായ വിശ്വസിക്കായി മൗലിക ശരീരമായ തിരുസഭയിൽ പ്രാദേശിക ഘടകമായ ഈ ഇടവകയിൽ ദൈവജനത്തിലെ ശുശ്രൂഷയ്ക്ക് ദൈവരാജ്യത്തിന്റെ പ്രചാരണത്തിനുമായി അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസരെ ഞങ്ങൾ ഇതാ അങ്ങേ സമർപ്പിക്കുന്നു. അങ്ങനെ നാമദൈവവിധം സഭാസമൂഹത്തിന് നന്മയും ദൈവരാജ്യത്തിന്റെ വളർച്ചയുമായി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട കൃപാവരം അങ്ങനെ ദാസത്തിന് നൽകണമേ. അതിനുള്ള സഹകാരികൾ എന്ന നിലയിൽ ഇടവ വികാരികൾ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സഭാന്തത്തെ പടുത്തുയർത്തുവാൻ ഇവരെ സഹായിക്കണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സന്ദേശം എന്നേക്കും ഏറ്റുപറയുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധവും അപ്പസ്തോലികവുമായ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വിശ്വാസം ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധ സുവിശേഷത്തെ സാക്ഷിയാക്കി ഏറ്റുപറയുന്നു. യേശുമിശിഹ ഭൂമിയിൽ സ്ഥാപിച്ച സഭ ഏകവും കത്തോലിക്കയുമായ തിരുസഭയാണ് എന്ന് ഏറ്റുപറയുകയും ഹൃദയപൂർവം ഞാൻ അതിന് വഴങ്ങുകയും ചെയ്യുന്നു. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിച്ച് കുരിശിൽപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തനായ പിതാവിന്റെ വധുവാതിരിക്കുകയും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉയർപ്പിലും നിത്യായുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം ഈ 7 കൂദാശകൾ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഈശോമിശിഹ സ്ഥാപിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമായിലെ പരിശുദ്ധ പാപ്പ ഭൂമിയിൽ ഈശോമിശിഹായുടെ വികാരിയും ദൃശ്യസഭയുടെ മുഴുവനെയും പരമാധ്യക്ഷനാണ് എന്നും വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രബോധനങ്ങളിൽ അദ്ദേഹത്തിന് തെറ്റാവരമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ നമ്മൾ വിശ്വസിക്കേണ്ടതിനായി ഏകവും അപ്പസ്തോലികവുമായ പരിശുദ്ധ റോമൻ കത്തോലിക്ക സഭ നിർണയിച്ച് പ്രഖ്യാപിക്കുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണതയോടെ ഈ സഭയോട് ഞാൻ ചേർന്നിരിക്കുകയും സഭ ശമിച്ചിട്ടുള്ള എല്ലാ അപദശിഷ്മകളും ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമനസ് കൊണ്ട് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന പ്രതിനിധി യോഗാംഗം എന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെയും ആത്മാർത്ഥമായും പക്ഷഭേദം കൂടാതെയും എന്റെ സ്ഥാനത്ത് യോജിച്ച വിധം എന്റെ കഴിവ് മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം നിറവേറ്റിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുകയും പ്രതിജ്ഞ ചെയ്യുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. എന്റെ ഔദ്യോഗിക സ്ഥാനം വഴിയായി ഞാൻ അറിയുവാൻ ഇടയാകുന്ന എല്ലാ ഔദ്യോഗിക രഹസ്യങ്ങളും നിയമം വഴിയോ മെത്രാപ്പൊലീത്ത വഴിയോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരിധിയിൽ ഞാൻ സൂക്ഷിച്ചുകൊള്ളുന്നതാണ് എന്നും എന്റെ ഔദ്യോഗിക ജോലിയുടെ
നിർവഹണ അവസരത്തിലോ അതിനു മുമ്പോ പിമ്പോ സമാനമായിട്ട് പോലും അതിന് നൽകപ്പെടുന്ന യാതൊന്നും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്നും വാഗ്ദാനം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ഈ പരിശുദ്ധിശേഷങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവ്വശക്തനായ ദൈവമേ, അങ്ങയുടെ സഭയിൽ ശുശ്രൂഷയ്ക്കായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഇവരെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഇവർ ചെയ്ത ശുശ്രൂഷകൾ പ്രതിഫലമായി ആത്മീയവും ശാരീരികവുമായ നന്മകൾ നൽകി ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവരെ അങ്ങ് ശക്തരാകണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ തീരുമാനങ്ങളിൽ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരെയും പ്രത്യേകമായി ഈ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥയായ സ്വർഗ്ഗാരോപിത മാതാവിന്റെ പ്രാർത്ഥനാ സഹായം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവ് ദൈവവും അതിനെ പറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ സഭയിൽ തലമുള്ള ദക്ഷിണമായ രാത്രി വേണ്ടി അതിലൂടെ പോസ്റ്റുകാരന് വേണ്ടി മറ്റെല്ലാ കടന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കാൻ മാമോദിസയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങുവാൻ ശക്തരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകയാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തനിക്ക് മാസമുതൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ പുതിയ അങ്ങയുടെ ആദ്യമായ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവരുടെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. So
എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എല്ലാവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരേ, വിശേഷത്തിന് സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും രണ്ടാമത്തെ കൂടെ കട്ടൻ നിന്ന് പറയുകയും അവിടെ വെച്ചിരിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹം നിന്ന് ഇവിടെ അനുഭവിക്കുന്നതിൽ പലപ്പോഴും ഞങ്ങളെ ഉദാശപ്പെടുന്നു. പുരോഗതി നമ്മുടെ സമാധാനം സുഹൃത്തുക്കൾ വേണ്ടി പ്രവർത്തനം നൽകുന്നു. കണ്ണുകൾ താട്ടി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ പഠിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. സ്നേഹമാകും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ഭരണങ്ങളിലുള്ള സ്തുതിയും എല്ലാ നാമങ്ങളിലുള്ള പ്രബന്ധതയും എല്ലാ സത്യങ്ങളിലുള്ള പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവൻ കരുണ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പ്രതിനിധികളും അഹോന്നതനായ ആരാധിക്കുന്നു. അഗ്നിമയന്മാരുടെ കഴിവുകളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും കഴിവുകളുമായ പ്രോഗ്രാമുകളും സാധ്യതകളും ചേർന്ന് നാഥനായ എനിക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടർന്നാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Amen.
കൈക്കൊണ്ടരുൾ ചെയ്തു. ഇതിൽ അവബോധനത്തിനായി അനേകർക്കു ഇഷ്ടപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ നിങ്ങൾ എന്റെ നാമത്തെ ഉദ്ദേശിച്ചു കൊടുക്കുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുവിഭാഗികൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ ബോധത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉദ്ദേശിച്ച് സുഖരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങനെ ലഭിക്കുന്ന വിധം എന്നോട് തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കുമെന്ന് നമ്മുടെ വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേശുമിശിഹായുടെ പാവനം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരത്തെ തോന്നണം.
ഈ കുർബാനയെ തുടർന്ന് പുതിയ ലേഖനന്മാരെ തിരഞ്ഞെടുക്കുവാൻ പുതിയ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നമ്മുടെ വഴി ആഘോഷിക്കുന്നു. രാവിലെ 8 മണിക്ക് തിരുനാൾ കൂടി ഉയർത്തുന്നു. അതിനെ തുടർന്ന് രതിയിൽ പാടി തിരുസ്വരൂപം വെച്ചിരിച്ചു 50 ഭവനങ്ങളിലേക്ക് എഴുതുന്നു. പന്നം വടവസന്തം എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനായിട്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആഘോഷമായിട്ട് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഭവനങ്ങളിലേക്കുള്ള അമ്പിലെ പുകയിൽ 300 രൂപയും പള്ളിയിൽ 50 ലഭിക്കുന്നതിന് 100 രൂപയും തിരുനാൾ ക്രിസ്ത്യാനിമാരാകുന്നതിന് 500 രൂപയായിരിക്കും. ക്രിസ്ത്യാനികളുടെ 50 പ്രദക്ഷിണം ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ 50 പ്രദക്ഷിണ കൂടിയാകുവാനായിട്ട് ശ്രദ്ധിക്കുക. വൈകുന്നേരം 5:45 യൂണിറ്റിൽ നിന്ന് തിരികെ പള്ളിയിൽ എത്തുന്നു. 6 മണിക്ക് ആഘോഷമായി പെരുന്നാൾ പാട്ടുകുർബാന. കാറ്റഗിസം പരീക്ഷയുള്ള കുട്ടികൾക്ക് ക്രമപ്രകാരം തന്നെ പരീക്ഷ ഉണ്ടാകും. മറ്റു കുട്ടികൾക്ക് കാറ്റഗിസം അടുത്ത ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ നടത്തിലും ഉദ്ധാനത്തിലും പങ്കുവരാക്കുകയും ചെയ്തുവല്ലോ. പരിശോധിക്കുന്നവർ സ്വീകരിക്കുവാനും യോഗ്യരായി പിതാവും ശുദ്ധാത്മകമായി സഹകരിച്ചുക. ഞങ്ങളുടെ രക്ഷകർത്താവുമായ മിശിഹായെ മാമോദിസായിലൂടെയും നിങ്ങളുടെ പാപക്കടങ്ങൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങൾ പങ്കുവരാക്കി ദൈവജീവിതത്തിൽ ഞങ്ങളെ വളർത്തുന്ന എല്ലാ അംഗരാജ്യത്തിനും നമ്മളിലും സ്ഥലത്തിന്റെയും ആത്മാവിനെയും Amen.